ഇന്ന് നമുക്കൊരു അറബിക് റൈസ് ഉണ്ടാക്കാം. അറബിക് റൈസും അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷുമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്, മജ്ബൂസും ദക്കൂസും. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് പ്യൂരി ആക്കി എടുക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഹോൾ സ്പൈസസ് ആണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബ്ലാക്ക് കാർഡമോ ഉണ്ട്, ഗ്രീൻ കാർഡമോ ഉണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, തക്കോലം, ജാതിപത്രി, ബേ ലീഫ്, ഡ്രൈഡ് ലെമൺ, ഇത്രയുമാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ലെമണും കൂടി ചേർക്കാം. ലെമണിൽ കത്തി കൊണ്ട് ഒന്ന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട്, എങ്കിലേ അതിലെ ജ്യൂസ് നമ്മളിത് വെള്ളത്തിലിടുമ്പോഴേക്കും ഇറങ്ങി വരുള്ളൂ. ഇതിലേക്ക് 4 പച്ചമുളകും കൂടി ചേർക്കാം. അത് കട്ട് ചെയ്യൊന്നും വേണ്ട, ആ മുളക് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർക്കാം. അറബിക് മസാല നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 2 തക്കാളി മിക്സിയിൽ അടിച്ചതാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ. ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരിയിട്ട് വേവിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് ബസുമതി റൈസ് ആണ് ചേർക്കുന്നത്. 10 മിനിറ്റ് ആണ് ഞാൻ റൈസ് സോക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന്റെ ഇരട്ടി വെള്ളം ചേർക്കുന്നുണ്ട്. 5 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഇതിലുള്ള മസാല എത്ര ഉണ്ടെന്നൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പം 1.5 കപ്പ് ഉണ്ട് ഈ മസാല എല്ലാം കൂടെ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3.5 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റിയ ഡ്രൈ ലെമണും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അറബിക് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. റൈസ് വേകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ദക്കൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് വേണം, ഉപ്പും വേണം. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക്
1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ടൊമാറ്റോയും എല്ലാം നമ്മൾ പച്ച ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ആ പച്ചക്കുത്തലൊന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ദക്കൂസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ദക്കൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എന്തായി എന്ന് നോക്കാം. നമുക്ക് ഈ റൈസിൻ്റെ അകത്തുനിന്നുള്ള ഈ നാരങ്ങ എടുത്ത് മാറ്റാം. ഇപ്പം അതിലെ ജ്യൂസൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. റൈസ് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയിടാം. ഒന്ന് ഇളക്കിയിട്ടിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അറബിക് മസാലയും പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവനിൽ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ പാനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അല്പം മാത്രം ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ റൈസിന്റെ മുകളിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത് ചിക്കൻ എടുത്ത് വെക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ മജ്ബൂസും ദക്കൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.